ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം, അടിസ്ഥാന സൗകര്യം എല്ലാം കഴിഞ്ഞ 9 കൊല്ലം ആരാ ചെയ്തത്? നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ അസംബ്ലിയിൽ പറഞ്ഞ്. ഇവിടെ ആകെ നടന്നത് ഹൈവേ ആണ്. ഹൈവേ ആരുണ്ടാക്കിയത്? നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും. അപ്പോൾ ഒരു കോൺട്രാക്ടർ ചെയ്ത ഒരു തെറ്റ്, അതിന് ഇൻക്വയറി നടക്കുന്നുണ്ട്. അതിൻ്റെ എന്താണ് പെർമനൻറ്റ് സൊല്യൂഷൻ? അത് നിതിൻ ഗഡ്കരിജി ഇപ്പോൾ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ 1000 കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു മിനിസ്റ്ററല്ലേ. അപ്പോൾ ഇത് ഒരു തകരാറ്, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻക്വയറി നടക്കും. അത് കോൺട്രാക്ടർ അതിൻ്റെ കോൺസിക്വൻസസ് അത് ഫേസ് ചെയ്യും. പക്ഷേ ഒരു കാര്യം, മറ്റേ കാര്യം അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനൻറ്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും, അത് പറയും. അല്ല, അവർ എൻക്വയറി നടക്കട്ടെ. അത് അങ്ങനെ അല്ലിപ്പോൾ നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് കൊളാപ്സും ഉണ്ടാവും, ബ്രിഡ്ജ് കൊളാപ്സും ഉണ്ടാവും. അതിൻ്റെ ഒരു എൻക്വയറി നടക്കട്ടെ. ഇതുവരെ എത്രയോ കിലോമീറ്റർ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാന നാട്ടിൽ നടന്നിട്ടുണ്ട്, മൊത്തം ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടില്ലേ. ഇതൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ അല്ല. അതൊരു സ്വാംപി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണ്. സ്ട്രക്ചറൽ ഡിസൈൻ അത് കോൺട്രാക്ടർ ശരിക്കും ചെയ്തില്ലയോ, അത് എൻക്വയറി നടക്കട്ടെ. ആരും നോക്കൂ, തെറ്റ് ചെയ്ത കോൺട്രാക്ടർ ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു നടപടി നടക്കും. അതിൽ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അല്ല, എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാനിപ്പോൾ ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു. നിതിൻ ഗഡ്കരിജി ഭയങ്കര ക്ലിയറായിട്ട് പറഞ്ഞു, നല്ല ക്ലിയറായിട്ട് പറഞ്ഞു, ഇത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട്, കോൺട്രാക്റ്റിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അത് ഒരു കാര്യം, അതിന് അവിടുത്തെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജൻറ്റ്ലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്യും. അല്ല, അപ്പോൾ അത് നമ്മൾ ലാൻഡ് സ്ലൈഡ്, ഇത് നോക്കൂ, ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ, അതിൽ എൻവയറമെൻ്റൽ അത് എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ വയനാട് എന്തായിരുന്നു അതിൻ്റെ കാരണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് എൻക്രോച്ച്മെൻ്റ് ആണോ, അൺറെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആണോ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അല്ല, അത് ഡിസൈൻ ആണെങ്കിൽ കോൺട്രാക്ടറിന് എഗെയിൻസ്റ്റ് നടപടി എടുക്കും. നോക്കൂ, ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഓഫീസറല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിങ്ങനെ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും സ്പീഡിൽ അതിനൊരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യണം. അത് ചെയ്യുമെന്ന് നിതിൻ ഗഡ്കരിജി എന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ല അവർ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ചെറിയൊരു കമ്പനിയൊന്നുമല്ല. ഇന്ത്യ മൊത്തം എത്രയോ കാര്യങ്ങളും എത്രയോ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവർക്ക് സിസ്റ്റമും പ്രോസസ്സും ഉണ്ട്. അതിൽ എൻക്വയറി നടക്കും. അത് നിതിൻ ഗഡ്കരിജി പറഞ്ഞില്ലേ, എൻക്വയറി നടക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.